നിപ്പ ഭീതിയിൽ വീണ്ടും കേരളം. കോഴിക്കോട്ട് 14-കാരനാണ് നിപ്പ ലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്നത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് കുട്ടിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമല്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ 14-കാരനാണ് ചികിത്സയിൽ കഴിയുന്നത്. വെള്ളിയാഴ്ച രാത്രിയാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. പരിശോധനയിൽ ആദ്യ സാമ്പിൾ പോസിറ്റീവായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ച സാമ്പിളും പോസിറ്റീവായി. തുടർന്നാണ് അന്തിമ ഫലത്തിനായി കുട്ടിയുടെ സ്രവ സാമ്പിൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കാൻ തീരുമാനിച്ചത്. 2018 മെയ്യിലാണ് കേരളത്തിൽ നിപ വൈറസ് ബാധയുണ്ടായത്. 28 പേരിൽ രോഗലക്ഷണം കണ്ടെങ്കിലും 18 പേരിലാണ് രോഗം സ്ഥിരീകരിച്ചത്. 17 പേർ മരിച്ചു. കോഴിക്കോട് പേരാമ്പ്ര എന്ന ഗ്രാമത്തിലായിരുന്നു പകർച്ചവ്യാധിയുടെ ഉറവിടം. പഴന്തീനി വവ്വാലുകളിൽ നിന്നാണ് രോഗം മനുഷ്യരിലേക്ക് പടർന്നത്. രോഗം ബാധിച്ച് മരിച്ച 17 പേർക്കും രോഗം പടർന്നത് ആദ്യ നിപ വൈറസ് ഇരയായ പേരാമ്പ്ര ചെങ്ങരോത്ത് പഞ്ചായത്തിലെ മുഹമ്മദ് സാബിത്തിൽ നിന്നായിരുന്നു. 2019 ജൂണിൽ കൊച്ചിയിൽ 23-കാരനായ വിദ്യാർത്ഥിയെ നിപ വൈറസ് ബാധിച്ചെങ്കിലും ചികിത്സയെ തുടർന്ന് രോഗം ഭേദമായി. 2021 സെപ്റ്റംബറിൽ കോഴിക്കോട്ട് 12 വയസ്സുള്ള കുട്ടി നിപ ബാധിച്ച് മരിച്ചു. നിപ വൈറസ് രോഗത്തിന് പ്രത്യേക മരുന്നുകളോ വാക്സിനോ കണ്ടെത്തിയിട്ടില്ല. വൈറസുകളെ നശിപ്പിക്കുന്ന റിബാവിരിൻ എന്ന മരുന്ന് പരീക്ഷണഘട്ടത്തിലാണ്. വാക്സിൻ വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നു. കേരളത്തിൽ ആവർത്തിച്ച് നിപ പ്രത്യക്ഷപ്പെടുന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട്. പ്രധാനമായും പഴവർഗ്ഗങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുന്ന ടെറോപ്പസ് ജനുസിൽപ്പെട്ട വവ്വാലുകളാണ് നിപ വൈറസിൻ്റെ പ്രതിദത്ത വാഹകർ. വവ്വാലിൻ്റെ കാഷ്ടം, മൂത്രം, ഉമിനീര്, ശുക്ലം എന്നീ സ്രവങ്ങളിലൂടെയാണ് വൈറസ് പുറത്തേക്ക് വ്യാപിക്കുന്നത്. വവ്വാലുകൾ ഭക്ഷിച്ചുപേക്ഷിക്കുന്ന ഫലങ്ങളിലൂടെയും വവ്വാലുള്ള സ്ഥലങ്ങളിൽ കലങ്ങളിൽ ശേഖരിക്കുന്ന പാനീയങ്ങളിലൂടെയുമാണ് പ്രധാനമായും രോഗം പടരുന്നത്. മലേഷ്യയിൽ മാത്രമാണ് പന്നികളിൽ നിന്നും രോഗം മനുഷ്യരിലേക്ക് പകർന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. രോഗിയുടെ സ്രവങ്ങളിലൂടെയാണ് രോഗം മറ്റുള്ളവരിലേക്ക് പകരുന്നത്. പനി, തലകറക്കം, തലവേദന, ചുമ, ബോധക്ഷയം മുതലായവയാണ് നിപ രോഗലക്ഷണങ്ങൾ. നിപ പ്രതിരോധത്തിന് എന്തൊക്കെ ശ്രദ്ധിക്കണം? പക്ഷിമൃഗാദികൾ കടിച്ച പഴങ്ങൾ കഴിക്കരുത്. രോഗിയുമായി സമ്പർക്കമുണ്ടായാൽ കൈകൾ വൃത്തിയായി കഴുകണം. രോഗിയെ പരിചരിക്കുമ്പോൾ മാസ്കും കയ്യുറയും ധരിക്കണം. വവ്വാലുകൾ അധികമുള്ളിടത്തുനിന്ന് ശേഖരിക്കുന്ന കള്ളുപോലുള്ള പാനീയങ്ങളും കുടിക്കരുത്.